തേർഡ് മൊഡ്യൂളിലെ അവസാനത്തെ ആള്, അതായത് ഹ്യൂജൻ ഹാബർമാസ്, അദ്ദേഹത്തെയാണ് ഇന്ന് നോക്കേണ്ടത്. അദ്ദേഹത്തെയും ഇതുപോലെ നിങ്ങളുടെ മൊഡ്യൂളിൽ ഞാൻ ഇന്നലെ പറഞ്ഞു, ഇവരുടെ തിയറിയെ പറ്റി പറയുന്നതിനേക്കാൾ കൂടുതൽ അവരുടെ മൊത്തത്തിലുള്ള ഒരു ലൈഫ്, അവരുടെ ഒരു അക്കാഡമിക് ലൈഫ്, അല്ലെങ്കിൽ അവരെന്തൊക്കെയാണ് ചെയ്തത്, ഏതെല്ലാം ഏരിയയിലാണ് കഴിവ് തെളിച്ചതെന്നൊക്കെയുള്ള ഒരു ബയോഗ്രഫിയാണ് ആക്ച്വലി നിങ്ങൾക്ക് ഈ മൊഡ്യൂളിൽ തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ക്രിട്ടിക്കൽ തിയറിയാണ്, അതായത് കമ്മ്യൂണിസ്റ്റിനും അല്ലെ മാർക്സിസത്തിനും ലിബറൽ ക്യാപിറ്റലിസ്റ്റിനും ഇടയ്ക്ക് നിന്നുകൊണ്ട് രണ്ടിന്റെയും നല്ല വശങ്ങൾ ഉൾക്കൊണ്ടും രണ്ടിന്റെയും വശങ്ങൾ തള്ളിക്കളഞ്ഞും നിലനിൽക്കുന്ന ഒരു പ്രത്യേക ഒരു എന്താണ് തിയറിസ്റ്റുകളുടെ ഒരു ഗ്രൂപ്പാണ്, ഒരു സ്കൂൾ ഓഫ് തോട്ടാണ് ക്രിട്ടിക്കൽ തിയറി അല്ലെങ്കിൽ ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ എന്ന് പറയുന്നത്. നമ്മൾ അതിൽ ചിലരുടെയൊക്കെ നോക്കി, തിയോഡോർ അഡോർണോനെ നോക്കി, പിന്നെ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ 2-3 തിയറിസ്റ്റിനെ ഇന്നലെ നോക്കി അല്ലെ. വാൾട്ടർ ബെഞ്ചമിൻ അദ്ദേഹം സൂയിസൈഡ് ചെയ്യായിരുന്നു എന്നുള്ളതൊക്കെ പറഞ്ഞു. അപ്പൊ ഇനി അതിൽ നോക്കേണ്ട ആളാണ് ഹ്യൂജൻ ഹാബർമാസ്. ആക്ച്വലി എന്റെ വൈഫൈ ഇന്ന് അത്ര പോരാ എന്ന് തോന്നുന്നു. എന്ത് ചെയ്യണം? വല്ലാണ്ട് ബ്രേക്ക് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ, നമുക്ക് വേണ്ടാന്ന് വെക്കേണ്ടി വരും ഇന്നത്തെ ക്ലാസ്. കാരണം ക്ലൈമറ്റ് മോശമാണ്, അതുകൊണ്ടായിരിക്കാം. ഒന്നുകിൽ എൻ്റെ കുഴപ്പമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കുഴപ്പമായിരിക്കാം. എന്തായാലും തീരെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എടുത്തിട്ട് കാര്യമില്ലല്ലോ, ലൈക്ക് റെക്കോർഡിങ്ങിലായാലും ക്ലിയർ ആവില്ല. അതുകൊണ്ട് ക്വാളിറ്റി തീരെ കുറവാണെങ്കിൽ പറയുക, ഓക്കെ. പിന്നെ നമ്മൾ നോക്കുന്നത് റിവൈവൽ ഓഫ് ക്രിട്ടിക്കൽ തിയറി, ഹാബർമാസ്. അപ്പൊ റിവൈവൽ എന്ന് പറയാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫ്രാങ്ക്ഫർട്ട് സ്കൂളിന്റെ ആദ്യത്തെ കുറച്ച് പേരെയാണ് നമ്മൾ ഇതിനു മുമ്പേ നോക്കിയത്. ഇപ്പം അഡോണോ ആയാലും പിന്നെ തുടങ്ങിയ ഇവരെയൊക്കെ നമ്മൾ നോക്കിയ, വാൾട്ടർ ബെഞ്ചമിൻ, ഇവരൊക്കെ ആ സ്കൂള് തുടങ്ങിയ കാലത്തുള്ള തിങ്കേഴ്സ് ആണ്. അതിനുശേഷം അഡോണോയുടെ സ്റ്റുഡന്റ് ആണ്, അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് ഹ്യൂജൻ ഹാബർമാസ്. അദ്ദേഹത്തിന്റെ പേര് എഴുതുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ JURGEN എന്നാണ്. പക്ഷെ അത് ജെർഗൻ എന്നൊക്കെ നമുക്ക് വായിക്കും. പക്ഷെ ഹ്യൂജൻ എന്നാണ് അതിനെ പ്രൊനൗൺസ് ചെയ്യുന്നത്, ജർമ്മൻ നെയിമാണ്. ഹ്യൂജൻ ഹാബർമാസ് എന്നാണ് അദ്ദേഹത്തെ പറയുന്നത്. അദ്ദേഹം സ്റ്റിൽ അലൈവ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈവൻ വിക്കിപീഡിയ നോക്കിയിട്ടും അദ്ദേഹത്തിന്റെ മരിച്ചതായിട്ടുള്ള വിവരം കണ്ടിട്ടില്ല. അപ്പൊ 1920, അപ്പൊ ഏകദേശം ഒരു 92 വയസ്സായി ആൾക്ക്. അപ്പൊ ഇപ്പോഴും ഈ അടുത്ത കാലം വരെ വളരെ ആക്റ്റീവ് ആണ് എന്നാണ് കേട്ടിട്ടുള്ളത്. ജൂൺ 18, 1929 ജർമ്മനിയിലെ ഡെസൽഡോഫിലാണ് അദ്ദേഹം ജനിച്ചത്. ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ജർമ്മൻ ഫിലോസഫർ ഓഫ് ദ സെക്കൻഡ് ഹാഫ് ഓഫ് ദ 20th സെഞ്ചുറി എന്നാണ് അറിയപ്പെടുന്നത്. ഹൈലി ഇൻഫ്ലുവൻഷ്യൽ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ തിങ്കർ ആണ്. ക്രിട്ടിക്കൽ സ്കൂളുമായിട്ടാണ് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചത്. ഇദ്ദേഹം ഞാൻ പറഞ്ഞ പോലെ തന്നെ അഡോണോയുടെ ശിഷ്യനായിരുന്നു. ഹോഖീമറുടെയും അഡോണോയുടെയും ഒക്കെ ആശയങ്ങൾ അദ്ദേഹത്തെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ പറ്റി വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ നേരത്തെ പറഞ്ഞവരെല്ലാവരും തന്നെ നാസിസ്റ്റുകളെ, ഫാസിസത്തിനെ എതിർത്തവർ, അല്ലെങ്കിൽ ജർമ്മനിയിലെ നാസികൾ പവറിൽ വന്നതിനെ എതിർത്തവരായിരുന്നുവെങ്കിൽ ഇദ്ദേഹം ആക്ച്വലി നാസികളുടെ കൂടെ ഹിറ്റ്ലറുടെ ആ യങ് ആർമിയിൽ ചേർന്ന ആളാണ്. 10 വയസ്സിൽ ഹിറ്റ്ലർക്ക് ഏറ്റവും യങ് ബോയ്സിന്റെ ഒരു സൈന്യം ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ സ്കൗട്ട് ആൻഡ് ഗൈഡ് എന്നൊക്കെ പറയുന്ന പോലെ രീതിയിൽ സ്കൗട്ട്സ് പോലെ ചെറിയ യങ് ബോയ്സിനെ റിക്രൂട്ട് ചെയ്തിട്ട് അവരെ ഈ ഒരു നാസിസ്റ്റ് ഐഡിയോളജി പഠിപ്പിക്കുക, ജ്യൂസിനെതിരെ അവരെ തിരിക്കുക, അതുപോലെ യുദ്ധത്തിലും കാര്യങ്ങളൊക്കെ അവർക്ക് ബേസിക് ട്രെയിനിങ് കൊടുക്കുക എന്നുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹം ജോയിൻ ചെയ്തിട്ടുണ്ട് 10ാമത്തെ വയസ്സിൽ. എന്നിട്ട് 15ാമത്തെ വയസ്സിൽ വേൾഡ് വാർ II അവസാനിക്കാനായ സമയത്ത് ഈവൻ അദ്ദേഹം യുദ്ധമുഖത്തേക്ക് അയക്കപ്പെട്ടിട്ടുണ്ട്, ചെറിയ ജോലികളൊക്കെ ആയിട്ട്. അവിടെ നിന്ന് തിരിച്ചു വന്നതിന് ശേഷമാണ് അദ്ദേഹം സെക്കൻഡറി എഡ്യൂക്കേഷൻ പുനരാരംഭിച്ചത്. എന്നിട്ട് അദ്ദേഹം ആ സമയത്തൊക്കെ PhD ചെയ്യാന്ന് പറയുന്നത് ഡിഗ്രി ലെവലിലും ചെയ്യും, PG ലെവലിലും ചെയ്യും. PGക്ക് ശേഷം അതിനുശേഷം കഴിയുന്ന
PhD-യോട് കൂടിയാണ് യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കാനുള്ള ഒരു യോഗ്യതയാവുള്ളൂ. അപ്പൊ ഈ ഡിഗ്രി കഴിയുമ്പോൾ തന്നെ ഒരു ഡിസർട്ടേഷൻ, നമ്മളിപ്പോൾ ഡിഗ്രിക്ക് ചെറിയൊരു ഡിസർട്ടേഷൻ ചെയ്യുന്നുണ്ടല്ലോ, അത് കുറച്ചുകൂടി ഇലാബറേറ്റ് ആയിരുന്നു വന്നത്. അപ്പൊ 2 ലെവലിൽ PhD ചെയ്യുക എന്ന് പറയും. അദ്ദേഹം ഫിലോസഫിയിലാണ് ഡിഗ്രി കഴിഞ്ഞ ശേഷമുള്ള PhD ചെയ്തത്. പിന്നീട് അഡോണോയുടെ ശിഷ്യനായിട്ടാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സോഷ്യൽ റിസർച്ചിലാണ് അദ്ദേഹത്തിന്റെ 2ാമത്തെ PhD ചെയ്തത്. പിന്നീട് അദ്ദേഹം പ്രൊഫസറായിട്ട് ജോലി ചെയ്തു. ആദ്യം പ്രൈവറ്റ് ഡോസൻ എന്ന് പറയും, അൺസാലറീഡ് പ്രൊഫസർ ലെക്ചറായിട്ട്, പിന്നീട് എക്സ്ട്രാ ഓർഡിനറി പ്രൊഫസർ, അതായത് പ്രൊഫസർ വിത്തൗട്ട് ചെയർ, പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഒന്നും ഇല്ലാതെ ഒരു ഗസ്റ്റ് ലെക്ചർ അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു ചെയർ പ്രൊഫസർ. പിന്നീട് അദ്ദേഹം പ്രൊഫസറായിട്ട് വരുന്നു. അദ്ദേഹത്തിന്റെ മേജർ വർക്കാണ് ദി സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദ പബ്ലിക് സ്ഫിയർ 1962 വന്നിട്ടുള്ളത്. അത് അദ്ദേഹത്തിന്റെ PhD തീസിസ് ആയിരുന്നു. എക്സ്ക്യൂസ് മീ. ഹലോ, സോറി, എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒരു കോൾ വന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞതല്ലോ, എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞിട്ടാണ് അറ്റൻഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് അതെ, അദ്ദേഹത്തിന്റെ PhD thesis ആയിരുന്നു ദ സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദ പബ്ലിക് സ്ഫിയർ എന്ന് പറയുന്നത്. ഇതില് ഈ പബ്ലിക് സ്ഫിയർ എന്ന് പറയുന്നത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരുപക്ഷെ ഏറ്റവും പ്രധാന കോൺട്രിബ്യൂഷൻ. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കുന്നുണ്ട്. ഓക്കെ, അദ്ദേഹത്തിന്റെ ഇപ്പൊ നിങ്ങൾ ഹാബർമാസ് എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ആണ് പബ്ലിക് സ്ഫിയർ എന്നുള്ളത്. അതിലാണ് അദ്ദേഹം ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത്. അതെന്താന്നുള്ളത് നമുക്ക് നോക്കാം. പിന്നെ അതിന് അദ്ദേഹത്തിന്റെ ഹോക്ക്ഹൈമറുടെ കീഴിലും അദ്ദേഹം പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഹോക്ക്ഹൈമർക്ക് ശേഷം അതേ ഇതിൽ ഫിലോസഫിയിൽ പ്രൊഫസറായിട്ടാണ് അദ്ദേഹം ഫ്രാങ്ക്ഫർട്ട് യൂണിവേഴ്സിറ്റി തന്നെ പിന്നീട് വർക്ക് ചെയ്യുണ്ടായി. പിന്നീട് അദ്ദേഹം അവിടെ നിന്ന് റിട്ടയർ ചെയ്തതിനു ശേഷം US വർക്ക് ചെയ്തു. ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലും നോർത്ത് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിലെല്ലാം വർക്ക് ചെയ്തു. ഇപ്പോഴും ആക്റ്റീവായിട്ട് ഒരുപാട് 20th സെഞ്ചുറിയുടെ സെക്കൻഡ് ഹാഫിൽ ഞാൻ പറഞ്ഞു ഏറ്റവും വളരെ പ്രമുഖനായ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള, അതായത് ഇത്തരം ഇഷ്യൂസിലെല്ലാം പൊളിറ്റിക്സ് ആയിക്കോട്ടെ ഫിലോസഫി ആയിക്കോട്ടെ അങ്ങനത്തെ എല്ലാ ഇതിലും സംവാദങ്ങളിലും ഇതിലൊക്കെ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അത് ഓർത്തിരിക്കുക. ഹാബർമാസിന്റെ ഒരുപാട് ഇന്റലക്ച്വൽ ഡിബേറ്റ്സിലെല്ലാം അദ്ദേഹം കൃത്യമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം ഒരു ക്രിട്ടിക്കൽ സ്കൂളിന്റെ ഒരു വക്താവാണ്. പിന്നീട് പലരുമായിട്ടും പല രീതിയിലുള്ള സംവാദങ്ങൾ അദ്ദേഹം ഉണ്ടായിട്ട് അതൊക്കെയാണ് ഇതിൽ പറയുന്നത്. Germany's post-war skeptical generation and the major intellectual debates within the country in the second half of the 20th century and beyond. He confronted Martin Heidegger over the latest rediscovered Nazi sympathies in a review of Heidegger's
അങ്ങനെ അത് ചിലതൊക്കെ ജർമ്മനിലാണ്, ഇൻട്രൊഡക്ഷൻ ടു മെറ്റാഫിസിക്സ് പുസ്തകങ്ങൾ. ഇവരൊക്കെ അധികം ജർമ്മൻ ഭാഷയിൽ തന്നെയാണ് എഴുതിയത്. അതിന്റെ ട്രാൻസ്ലേഷൻസിലുള്ള പേരാണ് നമ്മൾ പറയുന്നത്. ഓക്കെ. പിന്നെ അദ്ദേഹം ഞാൻ പറഞ്ഞു വളരെ ആക്റ്റീവ് ആയിട്ടുള്ളൊരു ആളാണ്. വെറും അക്കാഡമിക്സ് മാത്രമല്ല, പൊതുസമൂഹത്തിൽ ഇറങ്ങി നിന്ന് പ്രവർത്തിച്ച ആളാണ്. അപ്പോൾ യൂറോപ്പ് വൈഡ് ആയിട്ട് ഒരു 80s നടന്ന ആന്റി ന്യൂക്ലിയർ മൂവ്മെന്റ്സ്, അതായത് ന്യൂക്ലിയർ എനർജിക്കെതിരെ, ന്യൂക്ലിയർ റിയാക്ടേഴ്സിനെതിരെയൊക്കെ നടന്ന മൂവ്മെന്റ്സിന് വളരെയധികം ആക്റ്റീവായിട്ട് പങ്കെടുത്ത ആളാണ്. പിന്നെ സ്റ്റുഡൻറ് മൂവ്മെന്റ്സിൽ അതുപോലെയുള്ളതിലൊക്കെ അദ്ദേഹം വളരെ ആക്റ്റീവായിരുന്നു. പിന്നീട് അദ്ദേഹം പറയുണ്ടായി പോസിബിലിറ്റി ഓഫ് എ ലെഫ്റ്റ് ഫാസിസം, അതായത് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, മാർക്സിസം അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിന് പ്രാമുഖ്യം നൽകുന്ന ഇതാണ് ലെഫ്റ്റ് എന്ന് പറയുന്നത്. അവര് തന്നെ ഫാസിസ്റ്റ് ആയി മാറുക, അതായത് അവര് മാത്രമാണ് ശരി എന്നുള്ള രീതിയിൽ ഒരു ഓട്ടോക്രാറ്റ്സ് ആയിട്ട് മാറുന്ന അതിനെയും അദ്ദേഹം വിമർശിക്കുകയുണ്ടായി. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു ക്രിട്ടിക്കൽ തിങ്കേഴ്സ് എങ്ങനെയാണ് പൂർണ്ണമായി ലെഫ്റ്റിലേക്കുമല്ല റൈറ്റിലേക്കുമല്ല ഒരു മിഡിൽ വേ പിടിക്കുന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ലെഫ്റ്റിനും ഈ രീതിയിലുള്ള ടെൻഡൻസി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനെയും അദ്ദേഹം വിമർശിക്കുകയുണ്ടായി. പിന്നെ അദ്ദേഹം ചെയ്ത കാര്യങ്ങള് പേർഷ്യൻ ഗൾഫ് വാറിനെ അദ്ദേഹം സപ്പോർട്ട് ചെയ്തു. അതായത് ഇസ്രായേലിന്റെ നിലനിൽപ്പിനെ സപ്പോർട്ട് ചെയ്ത ഒരാളാണ് അദ്ദേഹം. ഇസ്രായേലിന് അങ്ങനെ ഒരു രാജ്യം വേണം ജ്യൂസിന് എന്നുള്ള രീതിയിൽ അതിനെ സപ്പോർട്ട് ചെയ്തു. അതുപോലെ സെർബിയയിൽ നമുക്കറിയാം ഈ അവിടുത്തെ റിലീജിയസ് മൈനോറിറ്റിയെ കൊന്നൊടുക്കുന്ന ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കൊസോവോയില്. അപ്പൊ ആ സമയത്ത് നാറ്റോ അവിടെ അറ്റാക്ക് ചെയ്ത് അതിൽ ഇന്റർഫിയർ ചെയ്തതിനെയൊക്കെ അദ്ദേഹം സപ്പോർട്ട് ചെയ്തു. അതേസമയം തന്നെ അദ്ദേഹം കുവൈത്ത് ഇറാഖ് യുദ്ധത്തിൽ അമേരിക്ക ഇടപെട്ടതിന് അദ്ദേഹം അതൊരു അൺനെസസറിയും ആണ്, ഇല്ലീഗലും ആണെന്ന് വിമർശിക്കുകയും ചെയ്തു. പലതരത്തിലുള്ള സ്റ്റാൻസ് ആണ് അദ്ദേഹത്തിന്റെ. ചില സമയങ്ങളിൽ ഫാസിസത്തിനെതിരെ ആയിട്ടും, ചില സമയങ്ങളിൽ കൊളോണിയലിസ്റ്റിനും അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റിനും എതിരെയായിട്ടും ഏതാണോ ആ സമയത്ത് ഉചിതം എന്ന് തോന്നുന്ന രീതിയിലാണ് അദ്ദേഹം പ്രതികരിച്ചിട്ടുള്ളത്. പിന്നെ യൂറോപ്യൻ യൂണിയനിൽ കുറച്ചുകൂടെ ഡെമോക്രസി വേണം എന്നൊക്കെ ആവശ്യപ്പെട്ട ആളാണ്. അതുപോലെ ഹ്യൂമൻ ക്ലോണിങ്ങിനെതിരെ, ക്ലോണിങ് ഇപ്പൊ വന്നിട്ട് നമുക്ക് അധികം ആയിട്ടില്ല അല്ലെ, നമ്മൾ ഡോളി എന്ന് പറയുന്ന ആടിനെയൊക്കെ ക്ലോൺ ചെയ്തുണ്ടാക്കിയിട്ട് 10-20 വർഷം ആവുന്നേ ഉള്ളൂ. അപ്പൊ അതിനുശേഷം ഹ്യൂമൻ ക്ലോണിങ്ങിലേക്ക് തിരിയണം എന്ന് സയന്റിസ്റ്റിന് ആഗ്രഹം ഉണ്ടായിരുന്ന സമയത്ത് അതിനെതിരെ വളരെയധികം ഒപ്പോസിഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പേര് എതിർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണ് ക്ലോണിങ് എന്ന് പറയുന്നത്, അത് പ്രകൃതി വിരുദ്ധമാണ് എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് മൂവ്മെന്റ്സ് ഉണ്ടായിട്ടുള്ള. അപ്പൊ അതുപോലെ അതിനെ എതിർത്ത ഒരാളാണ് അദ്ദേഹം. പിന്നെ അതുപോലെ റിലീജിയസ് ഫണ്ടമെന്റലിസ്റ്റിന്റെ ഉയർച്ച, ഇപ്പൊ താലിബാൻ പോലെയുള്ള ISIS പോലെയുള്ള, അല്ലെങ്കിൽ മറ്റു മതങ്ങളിലായാലും റിലീജിയസ് ഫണ്ടമെന്റലിസ്റ്റ്, ഇപ്പൊ RSS വേണമെങ്കിൽ നമുക്ക് അങ്ങനെ വിളിക്കാം, പലരുടെ വ്യൂ പോയിന്റിൽ പോലെ ഇരിക്കും. അപ്പൊ അതിനൊക്കെ എതിരെ ഒരു റിലീജിയൻ ബേസ് ആയിട്ട് സൊസൈറ്റിയിൽ ചില വേർതിരിവുകൾ ഉണ്ടാവുന്നതിന് എതിർത്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞ ഒരു മനുഷ്യസ്നേഹിയാണ് എന്ന് നമുക്ക് പറയാം അല്ലെ. സയൻസിന്റെ ആയാലും ഫാസിസത്തിന്റെ ആയാലും കമ്മ്യൂണിസ്റ്റിന്റെ ആയാലും ക്യാപിറ്റലിസ്റ്റിന്റെ ആയാലും ഒക്കെ എക്സ്ട്രീം എല്ലാത്തിനും കേടാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഇനി നമുക്ക് ആ പബ്ലിക് സ്ഫിയർ എന്താണെന്നുള്ളത് നോക്കാം. June 1929 കേട്ടോ അദ്ദേഹത്തിന്റെ. Areas of interest: philosophy, sociology, associate with the Frankfurt School, student of Theodor Adorno. പബ്ലിക് സ്ഫിയർ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ മലയാളത്തിൽ വേണേ അതിനെ പൊതു ഇടങ്ങൾ എന്ന് പറയാം. നമ്മുടെ പൊതു ഇടങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഒന്നിച്ച് ചേർന്ന് സംസാരിക്കുന്ന സ്ഥലങ്ങളെല്ലാം നമ്മുടെ പൊതു ഇടങ്ങളാണ്. ഇപ്പൊ പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ നാട്ടിലെ ചായക്കടയിലൊക്കെ ഒരു മുതിർന്നവരെല്ലാവരും വന്നിരുന്ന് വൈകുന്നേരങ്ങളിലോ അല്ലെങ്കിൽ രാവിലെയോ ചായയുടെ കൂടെ ഒരുപാട് ചർച്ചകൾ നടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അതുപോലെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് ഉള്ളതാണ് ഈ ക്ലബ്ബുകൾ, വായനശാലകൾ. അവിടങ്ങളിലൊക്കെ ഇരുന്ന്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ വളരെ പ്രബുദ്ധരായ ജനങ്ങൾ ജീവിക്കുന്നു നമ്മൾ വിശ്വസിക്കുന്ന കേരളത്തിൽ വലിയ വലിയ ചർച്ചകളൊക്കെ നടക്കുന്ന സ്ഥലങ്ങളായിരുന്നു ഇങ്ങനത്തെ ഇടങ്ങളൊക്കെ. അപ്പൊ യൂറോപ്പിൽ ആണെങ്കിൽ അതിന് എന്തൊക്കെയാണ് ഈ തിയേറ്റേഴ്സ്, കോഫി ഷോപ്സ്, അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെയാണ്
അതുപോലെ മേസൺ ലോഡ്ജസ്. മേസൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ മേസൺസ് എന്ന് പറയും. അവര് യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ഒരു പ്രത്യേക രീതിയിൽ, അതായത് വളരെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള, മതത്തിനൊക്കെ അതീതമായിട്ട് വളരെ ഹൈലി ഇന്റലക്ച്വൽ ആയിട്ടുള്ള ചിന്താഗതി പുലർത്തിയിരുന്ന ഒരു ഗ്രൂപ്പാണ് ഈ ഫ്രീ മേസൺസ് എന്ന് പറയുന്നത്. അപ്പൊ അതിലേക്ക് എൻട്രി കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല. അവർ വളരെയധികം സൂക്ഷിച്ച് ശ്രദ്ധിച്ചൊക്കെയാണ് നമുക്ക് മെമ്പർഷിപ്പ് ഒക്കെ തരുള്ളൂ. അപ്പൊ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല വ്യവസ്ഥിതികളെയും എതിർത്ത് അവർക്ക് സ്വന്തമായിട്ട് വളരെ റിച്ച് ആയിട്ടുള്ള ആളുകളുമായിരുന്നു അതിൽപ്പെട്ട പലരും തന്നെ. അവരെ പറ്റി ഒരുപാട് നിങ്ങൾക്ക് ഇപ്പൊ നെറ്റിലൊക്കെ തിരഞ്ഞു കഴിഞ്ഞാൽ വായിക്കാൻ പറ്റും ഫ്രീ മേസൺസിനെ പറ്റിയിട്ട്. എനി കേസ് അതിപ്പോ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പൊ അവരുടെ ലോഡ്ജസ് അവിടേക്ക് എന്ന് പറഞ്ഞാൽ വളരെ ഇന്റലക്ച്വൽ ചർച്ചകൾ നടന്നിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പൊ അതുപോലത്തെ സ്ഥലങ്ങളൊക്കെയാണ് ഇദ്ദേഹം പബ്ലിക് സ്ഫിയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ നമ്മുടെ മീഡിയ, അന്നത്തെ മീഡിയ, ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ എന്താണ് ഭയാതീതരായിട്ട് വിമർശനങ്ങൾ ഉൾക്കൊള്ളിച്ചിരുന്ന, വളരെ ഫ്രീ ആയിട്ടുള്ള, പാർഷ്യാലിറ്റി ഇല്ലാത്ത മീഡിയ, ഇതൊക്കെയാണ് പബ്ലിക് സ്ഫിയർ. A space outside the control of the state where people freely met to communicate, to exchange ideas and argue, either in person or through print media. It represented the public opinion. പബ്ലിക്കിന്റെ ഒപ്പീനിയൻ വളരെ സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് കാണണമെങ്കിൽ ഈ പബ്ലിക് സ്ഫിയറിൽ പോയാൽ മതി. അവിടെ ആരെയും പേടിക്കാതെ തന്നെ സാമൂഹിക സാഹചര്യങ്ങളെ പറ്റിയിട്ടും ഓരോ ഇഷ്യൂസിനെ പറ്റിയിട്ടൊക്കെ ആളുകൾ നിർഭയരായിട്ട് ആർഗ്യുമെന്റിൽ ഏർപ്പെടുന്നതും അല്ലെങ്കിൽ ഐഡിയാസ് എക്സ്ചേഞ്ച് ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഈ പബ്ലിക് എന്നതുകൊണ്ട് ഇദ്ദേഹം ഉദ്ദേശിച്ചത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഇതില് എന്താണ് ഇവാലുവേഷനിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈവൻ ഫ്രഞ്ച് റവല്യൂഷൻ പോലെയുള്ള റവല്യൂഷൻസ് വരെ ഉണ്ടാവാനുള്ള കാരണം ഇത്തരം പബ്ലിക് സ്ഫിയേഴ്സ് ആണ്. കാരണം ഫ്രഞ്ച് റവല്യൂഷനും കൃത്യമായിട്ടൊന്ന് പ്ലാൻ ചെയ്ത് നോക്കി നാളെ നമുക്ക് റവല്യൂഷൻ നടത്താം എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ഓർഗനൈസ് ചെയ്ത് ഉണ്ടാക്കിയ റവല്യൂഷൻ അല്ല. പല ഭാഗത്തുനിന്നും അസംതൃപ്തരായ ആളുകൾ കൂടി ആലോചിച്ച് അവരെല്ലാവരും എങ്ങനെയൊക്കെയോ ബന്ധപ്പെട്ട് അങ്ങനത്തെ ഒരു വലിയ മൂവ്മെന്റ് ആയിട്ട്, ഒരു മാസ് മൂവ്മെന്റ് ആയിട്ട് മാറുകയായിരുന്നു. അപ്പൊ പബ്ലിക് സ്ഫിയറിനുള്ള ഒരു ശക്തിയാണ് ഈ ഫ്രഞ്ച് റവല്യൂഷനിൽ കണ്ടത് എന്നാണ് ഹാബർമാസിന്റെ അഭിപ്രായം. അപ്പൊ പിന്നീട് ഇപ്പോഴത്തെ ഒരു ഇതിൽ അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വീണ്ടും ഈ ക്യാപിറ്റലിസം അല്ലെങ്കിൽ പൊളിറ്റിസൈസ്ഡ് ഇക്കോണമി, അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് പറയാം അല്ലെ, പണ്ടൊക്കെ നമുക്ക് കുറച്ചും കൂടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളതായിട്ട് ഇപ്പോ പലർക്കും തോന്നുന്നുണ്ട്. കാരണം നമുക്ക് എന്ത് വിഷയത്തിലും നമുക്ക് കാര്യങ്ങൾ പറയാമായിരുന്നു. നമ്മളെ ആന്റി നാഷണൽ ആയിട്ടോ അല്ലെ അങ്ങനെയൊന്നും മുദ്ര കുത്തില്ലായിരുന്നു. കുറച്ചുകൂടെ ഒരു 10-15 വർഷം മുമ്പൊക്കെ അല്ലെങ്കിൽ 10 വർഷം മുമ്പൊക്കെ ഉള്ള ഒരു സിറ്റുവേഷൻ ആണ് ഞാൻ പറയുന്നത്. അന്നേരം ഈ തീവ്ര ദേശീയത അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളെ ഈ നാട്ടിൽ നിൽക്കാൻ പോലും യോഗ്യരല്ലാത്ത രീതിയിൽ നിങ്ങളെ മുദ്ര കുത്തപ്പെടുക, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല. നമുക്ക് ഒരുപാട് ഫ്രീഡം ഓഫ് ഒപ്പീനിയൻ ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷണലി ഫ്രീഡം ഓഫ് ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ കൂടി ഈവൻ ഗവൺമെന്റിനെ വിമർശിച്ചവർക്കെതിരെ വരെ കേസ് എടുക്കുന്ന സിറ്റുവേഷനായി. ഈ കഴിഞ്ഞ ഇതിലാണ് സുപ്രീം കോടതി ഒരു മാധ്യമ പ്രവർത്തകൻ അവസാനം ജാമ്യം അനുവദിച്ചത്. ഏകദേശം 1.5 വർഷം. എന്താണ് അദ്ദേഹം ചെയ്തത്? അദ്ദേഹം പ്രധാനമന്ത്രിയെ വിമർശിച്ചു എന്നുള്ളൊരു ഇതാണ് ചെയ്തത്. അപ്പൊ വിമർശനം ഒരു ക്രിമിനൽ കുറ്റമല്ല എന്ന് അവസാനം സുപ്രീം കോടതി ഇടപെട്ട് പറയേണ്ടി വന്നു. അതാണ് ഇത്. അപ്പൊ ഹാബർമാസ് പറഞ്ഞത് ഇതാണ്, എക്സ്ട്രീം ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ് വരുന്നതോടുകൂടി നമ്മുടെ പബ്ലിക് സ്ഫിയേഴ്സിന്റെ പ്രാധാന്യം കുറഞ്ഞു വരികയാണ്, അത് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു പബ്ലിക് സ്ഫിയർ എന്നുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ അദ്ദേഹത്തെ പറ്റി നിങ്ങളുടെ അതിൽ വരുന്നത്. പിന്നെ In the structural transformation of the public sphere, Habermas showed how modern European, അന്നത്തെ യൂറോപ്പിലെ പബ്ലിക് സ്ഫിയർ എന്ന് പറയുന്നത് സലൂൺസ്, കഫേസ്, ലിറ്റററി ഗ്രൂപ്പ്സ് അങ്ങനെയൊക്കെയാണുള്ളതാണ്. റിസോഴ്സസ് ഫോർ ഡെമോക്രാറ്റൈസിങ് ദ പബ്ലിക് സ്ഫിയർ, അവിടെയൊക്കെയാണ് ജനാധിപത്യം നിലനിന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പിന്നീട് ആ പബ്ലിക് സ്ഫിയറിന് വല്ലാതെ മാറ്റങ്ങൾ വന്നു. പിന്നെ എന്താണ് പറയുന്നത്, general theory of human interest according to which different areas of human knowledge and inquiry, അപ്പം ഫിസിക്കൽ, ബയോളജിക്കൽ, സോഷ്യൽ സയൻസസ് എല്ലാം കൂടി ചേർന്നിട്ട് വേണം നമ്മൾ സോഷ്യോളജി പഠിക്കാൻ. അതെല്ലാം കൂടി ചേർന്നതാണ് ഹ്യൂമൻ ഇൻട്രസ്റ്റ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ ഇന്നത്തെ അദ്ദേഹത്തിന്റെ
ദ തിയറി ഓഫ് കമ്മ്യൂണിക്കേറ്റീവ് ആക്ഷൻ എന്ന് പറയുന്നിട്ടുള്ള ഒരു പുസ്തകമുണ്ട് 1981 വരുന്നത്. കുറച്ചുകൂടെ ഫിലോസഫി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതിൽ അദ്ദേഹം ആർഗ്യൂ ചെയ്യുന്നത് ഹ്യൂമൻ ഇന്ററാക്ഷൻ ഇൻ വൺ ഓഫ് ഇറ്റ്സ് ഫണ്ടമെന്റൽ ഫോംസ് ഇസ് കമ്മ്യൂണിക്കേറ്റീവ് റാദർ ദാൻ സ്ട്രാറ്റജിക് ഇൻ നേച്ചർ. So far as it is aimed at mutual understanding and agreement rather than at the achievement of the self-interested goals of individual. അതായത് ഹ്യൂമൻ ഇന്ററാക്ഷന്റെ ഒരു പ്രധാന ഭാഗമാണ് കമ്മ്യൂണിക്കേഷൻ, അല്ലെ? നമ്മൾ മറ്റൊരാളായിട്ട് ഇന്ററാക്ട് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതിനാണ് അർത്ഥം. വാക്കുകളിലൂടെയോ ആംഗ്യങ്ങളിലൂടെയോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ നമുക്ക് മറ്റൊരാളായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായത്തിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പരസ്പരം മനസ്സിലാക്കുന്നതിനും ഒരു യോജിപ്പിലെത്തുന്നതിനും വേണ്ടിയുള്ള ഒന്നാണ്, അല്ലാതെ എന്റെ ആശയങ്ങൾ മറ്റൊരാളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഹാബർമാസിന്റെ ഒരു അഭിപ്രായത്തിൽ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അത് എന്തിനു വേണ്ടിയിട്ടാണ്? മറ്റൊരാളുടെ ആശയങ്ങൾ നമുക്ക് മനസ്സിലാവാനും നമ്മുടെ ആശയങ്ങൾ അയാൾക്ക് മനസ്സിലാക്കി കൊടുക്കാനും എന്നിട്ടൊരു മ്യൂച്വൽ എഗ്രിമെന്റിൽ എത്താനും വേണ്ടിയിട്ടുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് ഹാബർമാസ് പറയുന്നത്. പക്ഷേ എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ഇന്നത്തെ ഈ കൊമേഴ്ഷ്യൽ മീഡിയ ഒക്കെ ഉള്ള സമയത്ത് ഈ കമ്മ്യൂണിക്കേഷനിൽ പോലും മായം ചേർക്കപ്പെടുകയാണ്. ഇന്ന് നമുക്ക് പറയാനുള്ളത് കേൾക്കാനല്ല, അവർ പറയുന്നത് കേൾക്കാനും അത് അനുസരിക്കാനുമാണ് നമ്മുടെ ഒരു വിധി. അപ്പൊ കമ്മ്യൂണിക്കേഷൻ പോലും ഒരു പൊളിറ്റിക്കൽ വെപ്പണായിട്ട് മാറുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ അദ്ദേഹത്തിന്റെ ഇതിൽ കമ്മ്യൂണിക്കേഷൻ വളരെ ഫ്രീ ആയിരിക്കണം, റാഷണൽ ആയിരിക്കണം, അതുപോലെ സെൽഫ്ലെസ് ആയിരിക്കണം. നമ്മൾക്ക് നമ്മുടെ ആശയങ്ങൾ പറയാം, അതേപോലെ തന്നെ മറ്റുള്ളവരുടെ ആശയങ്ങൾ നമുക്ക് സ്വീകരിക്കാനുള്ള ഒരു ഇടമായിട്ടാണ് അദ്ദേഹം കമ്മ്യൂണിക്കേഷനെ കാണുന്നത്. അങ്ങനെ ആയിരിക്കണം പബ്ലിക് സ്ഫിയേഴ്സ് എന്നുള്ളതാണ് ഹാബർമാസിന്റെ അഭിപ്രായം. The notion of an ideal communicative functions as a guide that can be formally applied both to regulate and to critique on the speech situation. Using this regulative and critical ideal, individuals would be able to raise, accept or reject each other's claims to truth, rightness and sincerity solely on the basis of the unforced force of the better argument. അതായത് ആളുകൾക്ക് ഫ്രീ ആയിട്ട് അവരുടെ അഭിപ്രായങ്ങൾ ഉയർത്തി കാണിക്കാനും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ അക്സെപ്റ്റ് ചെയ്യുകയോ റിജക്റ്റ് ചെയ്യുകയോ ഒക്കെ ആരും അവരെ ഫോഴ്സ് ചെയ്യില്ല. അതായത് നിങ്ങൾ ഇതാണ് ശരി എന്ന് നമ്മളോട് ആരും പറയില്ല, നമുക്ക് നമ്മുടെ റാഷണാലിറ്റി ഉപയോഗിച്ചിട്ട് ചെയ്യാം. അതാണ് ഐഡിയൽ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന സാധനം. അതാണ് വേണ്ടത് എന്നുള്ളതാണ് ഹാബർമാസിന്റെ അഭിപ്രായം. പക്ഷെ അദ്ദേഹത്തിന് തന്നെ അറിയാം ഇത്തരത്തിലുള്ള ഐഡിയൽ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിറ്റി പെർഫെക്റ്റ് ആയിട്ട് വരാൻ സാധ്യത കുറവാണ്, അല്ലെ? നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഒരു ഭൂരിപക്ഷവും ഒരു ന്യൂനപക്ഷവും ഉണ്ടാവും, അല്ലെങ്കിൽ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു വിഭാഗവും അത് തലയിൽ ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെടുന്ന മറ്റൊരു വിഭാഗവും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് പെർഫെക്റ്റ് ആയിട്ട് കാണാൻ ബുദ്ധിമുട്ടാണ് എന്ന് ഹാബർമാസിന് തന്നെ അറിയാം. എങ്കിലും മാക്സിമം നമ്മൾ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ് ഹാബർമാസ് പറയുന്നത്. അവിടെ ഡെമോക്രസി നിലനിൽക്കുകയുള്ളൂ എന്നുള്ളതാണ്. പിന്നെ അത്രയാണ് ഹാബർമാസിനെ പറ്റി പറയാനുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ പബ്ലിക് സ്ഫിയർ എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പൊ അതോടുകൂടി ഈ മൊഡ്യൂൾ കഴിഞ്ഞു. ഇനി അടുത്ത മൊഡ്യൂളിൽ വരുന്നത് നിയോ ഫങ്ഷണലിസം ആൻഡ് നിയോ മാർക്സിസം ആണ്. ഇത് ലാസ്റ്റ് മൊഡ്യൂളാന്ന് തോന്നുന്നു. അപ്പൊ നിയോ ഫങ്ഷണലിസം എന്താണ്, നിയോ മാർക്സിസം എന്താണ്, അതിൽ വരുന്ന മേജർ തിങ്കേഴ്സ് ആരൊക്കെ എന്നുള്ളതാണ് നോക്കേണ്ടത്. ഇതിൽ കുറച്ചുകൂടെ മോസ്റ്റ് മോഡേൺ തിങ്കേഴ്സിനെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഗ്രാംസിയൊക്കെ ഇപ്പോഴത്തെ സോഷ്യോളജി പറയുമ്പോൾ, ഫിലോസഫി സോഷ്യോളജി ഒക്കെ പറയുമ്പോൾ ജോണിയോ ഗ്രാംസിയൊക്കെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ആളാണ്. അതിൽ നമുക്ക് ആദ്യം നിക്കോളാസ് ലെഹ്മാനെ നോക്കാം. അതിനു മുമ്പ് എന്താണ് നിയോ ഫങ്ഷണലിസം? ഫങ്ഷണലിസത്തിന് കുറച്ചു കാലം കഴിയുമ്പോൾ അത് സോഷ്യോളജിയുടെ ആദ്യകാല സ്കൂളിൽ പെട്ടതാണ് ഫങ്ഷണലിസം, സ്ട്രക്ചറൽ ഫങ്ഷണലിസം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇത് സൊസൈറ്റി വർക്ക് ചെയ്യുന്നതിന് ചില ഫങ്ഷൻസ് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഫങ്ഷൻസ് റിയലൈസ് ചെയ്യുമ്പോഴാണ് സൊസൈറ്റി അതിൻ്റെതായ രീതിയിൽ മുന്നോട്ട് പോകുന്നത്. എപ്പോഴെങ്കിലും അതിനൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് റീഅഡ്ജസ്റ്റ് ചെയ്ത് വീണ്ടും അതിലേക്ക് വരും എന്നൊക്കെ ഉള്ള ആ ഒരു, അതായത് ഓർഗാനിക് അനോളജി നമ്മൾ പഠിച്ചു. അതായത് ഒരു ഓർഗാനിസത്തിന്റെ അവയവങ്ങൾ എങ്ങനെ അതിനു വേണ്ടി അതിനെ നിലനിർത്താൻ ഫങ്ഷൻ ചെയ്യുന്നു, അതേപോലെ സൊസൈറ്റിയിലെ വിവിധ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സൊസൈറ്റിയെ ഒന്നിച്ചു നിർത്താൻ വേണ്ടി ഫങ്ഷൻ ചെയ്യുന്നുള്ളതാണ് അതിന്റെ ഒരു ബേസിക് ഐഡിയ.
അപ്പൊ ഫങ്ഷണലിസത്തിന് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ തന്നെ തകർച്ച വന്നു. അവിടെ പിന്നീടാണ് കോൺഫ്ലിക്ട് സ്കൂളൊക്കെ വന്നത്. കോൺഫ്ലിക്ട് സ്കൂളുകൾ വന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു വെറുതെ അങ്ങനെ അങ്ങ് സൊസൈറ്റി ഫംഗ്ഷൻ ചെയ്ത് പോകുന്നതല്ല, അതിൽ ഒരുപാട് കോൺഫ്ലിക്ട്സും പ്രശ്നങ്ങളും വരും, അപ്പൊ വീണ്ടും റീസ്ട്രക്ചർ ചെയ്ത് പുതിയ രീതിയിൽ വരും എന്നൊക്കെ കോൺഫ്ലിക്ട് സ്കൂളുകാർ പറഞ്ഞു. അപ്പൊ വീണ്ടും ഈ കോൺഫ്ലിക്ട് തിയറിക്കും പിന്നീട് ഇപ്പൊ മാർക്സിനൊക്കെ ശേഷം അതിന് ഒരുപാട് വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എന്തായിട്ട് ഈ ഫങ്ഷണലിസ്റ്റിനെ വീണ്ടും റിവൈവ് ചെയ്ത് കൊണ്ടുവരാൻ തുടങ്ങി ചില തിങ്കേഴ്സ്. അവരെയാണ് നമ്മൾ നിയോ ഫങ്ഷണലിസ്റ്റ് എന്ന് വിളിക്കുന്നത്. അതിൽ പെട്ടവരാണ് ജെഫ്രി അലക്സാണ്ടർ, നിക്ലാസ് ലുഹ്മാൻ, ഹ്യൂജൻ ഹാബർമാസിനെ നമ്മൾ അതിലും ഈവൻ ക്രിട്ടിക്കൽ തിങ്കേഴ്സിലും നിയോ ഫങ്ഷണലിസ്റ്റ് രണ്ടിലും വരുന്ന ആളാണ് ഹ്യൂജൻ ഹാബർമാസ്. അപ്പൊ ഇവരൊക്കെ ഈ മരിച്ചുകൊണ്ടിരുന്ന ഈ ഫങ്ഷണൽ തിയറിക്ക് വീണ്ടും കുറച്ച് ജീവൻ വെപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അപ്പം അതില് കോൺഫ്ലിക്റ്റ്, അതായത് അവർ രണ്ടിനെയും ഉൾപ്പെടുത്തി. ഫങ്ഷണൽ തിയറിസ്റ്റുകൾ എപ്പോഴും കൺസെൻസസിൽ, അതായത് സൊസൈറ്റി എപ്പോഴും ഇന്റഗ്രേറ്റഡ് ആയിട്ട് അതിന്റെ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി പ്രവർത്തിക്കും എന്ന് പറഞ്ഞപ്പോൾ കോൺഫ്ലിക്ട് തിയറിക്കാർ ഏത് സമയത്തും രണ്ട് ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ ഉണ്ടാവും സൊസൈറ്റിയിൽ, രണ്ട് ക്ലാസ്സസ് ഉണ്ടാവും, അവരെപ്പോഴും കോൺഫ്ലിക്റ്റിലായിരിക്കും. അതിൽ ആർക്കാണോ മുൻതൂക്കം കിട്ടുന്നത് അവർക്ക് ഒരു സമയത്ത് ഭരണം കിട്ടും, പിന്നീട് അവിടെ കോൺഫ്ലിക്റ്റ് വീണ്ടും വരും, മറ്റവർ കയറും. ആ രീതിയിലാണ് കോൺഫ്ലിക്ട് തിയറിക്കാർ വന്നത്. ഇത് രണ്ടും ഒരേ സമയം തന്നെ സൊസൈറ്റിയിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ നിയോ ഫങ്ഷണലിസ്റ്റുകളുടെ ഒരു അഭിപ്രായം. സൊസൈറ്റിയിൽ യു ക്യാൻ ഓൾവേസ് ഫൈൻഡ് ബോത്ത് കോൺഫ്ലിക്റ്റ് ആൻഡ് കൺസെൻസസ് എന്നുള്ളതാണ്. അതില് ഹാബർമാസിന് ഇപ്പൊ നമ്മൾ പറഞ്ഞു, ഹാബർമാസിന് പറയാത്തൊരു കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം താൽക്കോട്ട് പാസറുമായിട്ട് കുറച്ച് അദ്ദേഹത്തിന്റെ തിയറീസ് ഒക്കെ ആയിട്ട് കുറച്ച് യോജിച്ചു പോയി അതിൽ സ്വാധീനം കണ്ടെത്തിയ ആളാണ് ഹാബർമാസ്. ഇപ്പം പാസന്റെ എന്തെങ്കിലും തിയറി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? താൽക്കോട്ട് പാസന്റെ പറ്റി എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ? ആർക്കെങ്കിലും പറയാമോ? പാസന് നമ്മൾ ക്ലാസിക്കൽ തിയറിസ്റ്റ് ആയിട്ട് പഠിച്ച ആളാണ്. സ്ട്രക്ചറൽ ഫങ്ഷണൽ തിയറി സ്കൂളിന്റെ ആളാണ്. എന്താണ് അദ്ദേഹത്തിന്റെ എന്തെങ്കിലും ഒരു തിയറിയോ എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ ഓർക്കുന്നോ? സിസ്റ്റംസ്, പേഴ്സണൽ സിസ്റ്റം, പേഴ്സണൽ സിസ്റ്റം, കൾച്ചറൽ സിസ്റ്റം, സോഷ്യൽ സിസ്റ്റം, അങ്ങനെയുള്ള 3 സിസ്റ്റംസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം എന്താണ് അജിൽ തിയറി, ഒരു സൊസൈറ്റി നിലനിൽക്കുന്നതിനുള്ള അജിൽ തിയറി പറയുന്നുണ്ട്. അപ്പൊ എങ്ങനെയായാലും ഒരു സ്ട്രക്ചറൽ ഫങ്ഷണലിസ്റ്റ് ആണ് പാസൻ. അപ്പൊ ഇദ്ദേഹത്തിന്റെ കുറെയൊക്കെയുള്ള ഐഡിയാസ് എന്താണ് ഹാബർമാസ് കടം കൊണ്ടിട്ടുണ്ട്. പക്ഷേ അതേസമയം തന്നെ അതിൽ കോൺഫ്ലിക്റ്റിനെ കൂടി ഉൾപ്പെടുത്തിയിട്ട് അതിനെ ഒന്ന് മോഡിഫൈ ചെയ്യാന്നുള്ളതാണ് ഹാബർമാസ് പറഞ്ഞത്. പിന്നെ സ്ട്രക്ചറൽ ഫങ്ഷണലിസം ഡിക്ലൈൻ ചെയ്തത്, അതായത് പാസൺ ആണ് സ്ട്രക്ചറൽ ഫങ്ഷണലിസം സ്കൂളിന്റെ മേജർ പ്രൊപ്പോണന്റ്. അത് ഒരു 1960 ശേഷം പതുക്കെ ഡിക്കേ ചെയ്യാൻ തുടങ്ങി. അതിനുശേഷമാണ് നിയോ ഫങ്ഷണലിസം വന്നത്. ദ ടേം നിയോ ഫങ്ഷണലിസം വാസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് കണ്ടിന്യൂറ്റി വിത്ത് സ്ട്രക്ചറൽ ഫങ്ഷണലിസം, ബട്ട് ഓൾസോ ടു ഡെമോൺസ്ട്രേറ്റ് ദാറ്റ് an effort was being made to extend structural functionalism and overcome its major difficulties. അതിൽ എന്തൊക്കെയാണോ ഡ്രോബാക്സ് വരുന്നത്, അതിന്റെ ഡിഫിക്കൽട്ടി എന്തൊക്കെയാണോ അതിനെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് വീണ്ടും അതിനെ റിവൈവ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് നിയോ ഫങ്ഷണലിസത്തിന്റെ ഉദ്ദേശം തന്നെ. ജെഫ്രി അലക്സാണ്ടറും പോൾ കോളമി എല്ലാം ഇതിന്റെ പ്രചാരകരായിരുന്നു. A self-critical strand of functional theory that seeks to broaden functionalism's intellectual scope while retaining its theoretical core. ആ കോർ അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് അതിനെ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഒരു ഉദ്ദേശം. Structural functionalism in general and Talcott Parsons theories in particular did become extremist. താൽക്കോട്ട് പാസന്റെ തിയറി തന്നെ പറയുന്നത് ഗ്രാൻഡ് തിയറി എന്നാണ്. അതായത് എല്ലാ സൊസൈറ്റിക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ള എല്ലാ ഒരു സിറ്റുവേഷനും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു തിയറി ആയിട്ടാണ് അദ്ദേഹം തന്നെ അതിനെ പ്രസന്റ് ചെയ്യുന്നത്, ഗ്രാൻഡ് തിയറി എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് പാസന്റെ വേണമെങ്കിൽ എൻ്റെ പഴയ സ്ലൈഡ് ഉണ്ട്. അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് എന്ന തിയറിയാണ് സോഷ്യൽ ആക്ഷൻ തിയറി. സ്ട്രക്ചറൽ ഫങ്ഷണലിസ്റ്റ് ആണ്. ഗ്രാൻഡ് തിയറി എന്ന് അറിയപ്പെടുന്നു. പിന്നെ തിയറി സ്ട്രക്ചർ ഓഫ് സോഷ്യൽ ആക്ഷൻ, സോഷ്യൽ സിസ്റ്റം ഒക്കെ അദ്ദേഹത്തിന്റെ മെയിൻ ബുക്സ് ആണ്. ഗ്രാൻഡ് തിയറിയുടെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ തിയറി ഷുഡ് ബി ബേസ്ഡ് ഓൺ ആക്ഷൻ വേർ ദ സെൻട്രൽ മെക്കാനിസം വിൽ ബി ഓൺ ആക്ടേഴ്സ് ഓറിയന്റിങ് ദംസെൽസ് ടു സിറ്റുവേഷൻസ്
with various sorts of goals, values and standards and behaving accordingly. അതായത് സെൻട്രൽ മെക്കാനിസം എന്താണ് ആക്ഷന്റെ? ആളുകൾക്ക് എല്ലാവർക്കും അവരുടേതായ ചില ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്, ചില ഗോൾസ് ഉണ്ട്, അവര് കൊണ്ട് നടക്കുന്ന ചില വാല്യൂസ് ഉണ്ട്. ഇതെല്ലാം ഉള്ളിൽ വെച്ചുകൊണ്ട് ആളുകൾ ആക്ട് ചെയ്യുന്നതാണ് സോഷ്യൽ ആക്ഷൻ ആയിട്ട് വരുന്നത്. അതുപോലെ അത് വോളണ്ടറി ആയിട്ടുള്ള ആക്ഷനും ആയിരിക്കാം. ആളുകൾക്ക് അവരുടെ എന്ത് ആക്ഷൻ വേണമെന്ന് അവർക്ക് ചൂസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ ബേസ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഈ സോഷ്യൽ ആക്ഷൻ തിയറി പിന്നീട് കുറച്ച് എന്താണ് എക്സ്ട്രീമിസ്റ്റ് ആണ് എന്ന് പറയുന്നത്. പലപ്പോഴും അങ്ങനെയല്ല, പിന്നെയുള്ള സമൂഹത്തിൽ നമ്മൾ കണ്ടത് അങ്ങനെ അല്ല എന്നുള്ളതാണ്. നമ്മുടെ ചോയ്സസ് പലപ്പോഴും വളരെ ലിമിറ്റഡ് ആണ്, ചിലപ്പോഴൊന്നും ചോയ്സ് ഇല്ല എന്നുള്ളതാണ്. പിന്നെ അതുപോലെ കൾച്ചറൽ ഫിനോമിന ലൈക്ക് ഐഡിയൽസ്, ഐഡിയ, നോംസ്, വാല്യൂസ് ഇതൊക്കെ നമ്മുടെ ആക്ഷനെ സ്വാധീനിക്കുന്നതാണ്. പിന്നെ ഹൈ ഓർഡർ സിസ്റ്റംസ് ലോ ഓർഡർ സിസ്റ്റത്തിൽ നിന്ന് മുന്നോട്ട് വരും. അതിപ്പോ നമ്മൾ ആദ്യ എവല്യൂഷൻ തിയറിയെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒന്നാണത്. ചെറിയ ഓർഗാനിസത്തിൽ നിന്ന് എവല്യൂഷനിലൂടെ മെറ്റമോർഫോസിസ് ഒക്കെ സംഭവിച്ച് പുതിയ കോംപ്ലക്സ് ഓർഗാനിസംസ് ഉണ്ടാവുന്ന പോലെ തന്നെ ലോ ഓർഡർ സിസ്റ്റംസിൽ നിന്ന് അല്ലെങ്കിൽ സൊസൈറ്റീസിൽ നിന്ന് ഹൈ ഓർഡർ കോംപ്ലക്സ് സൊസൈറ്റീസ് ഉണ്ടാവും. അതുപോലെ എത്ര ഡെവലപ്പ് ചെയ്താലും a system will never be detached from its component parts. എന്താണ് സിസ്റ്റത്തിന്റെ കമ്പോണന്റ് പാർട്സ്? നമ്മളെല്ലാവരും സമൂഹത്തിന്റെ കമ്പോണൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇൻഡിവിജ്വൽസ് ആണ്. അപ്പൊ എത്ര തന്നെ കോംപ്ലക്സ് ആയി കഴിഞ്ഞാലും അതിന്റെ കോമ്പണന്റ് പാർട്സിൽ നിന്ന് സിസ്റ്റത്തിന് ഒരിക്കലും വേറൊരു നിലനിൽപ്പില്ല. ആക്ഷൻ തിയറി എന്ന് പറയുന്നത് ബിഹേവിയർ ഈസ് ആക്ഷൻ when it is oriented towards attainment of goals. അതായത് ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ആക്ഷനെയാണ് നമ്മൾ ബിഹേവിയറിനെയാണ് നമ്മൾ ആക്ഷൻ എന്ന് വിളിക്കുന്നത്. പിന്നെ ആക്ഷൻ ഒക്കേഴ്സ് ഇൻ സിറ്റുവേഷൻസ്, അതിനെ റെഗുലേറ്റ് ചെയ്യുന്നത് നോംസും വാല്യൂസും, സൊസൈറ്റി ആയിട്ട് കൊണ്ടുവരുന്ന ചില നോംസും വാല്യൂസും എല്ലാം ആണ് ആക്ഷനെ റെഗുലേറ്റ് ചെയ്യുന്നത്. അതുപോലെ എനർജിയും മോട്ടിവേഷനും എഫേർട്ടും ഒക്കെ ഉണ്ടെങ്കിൽ ആക്ഷൻ ഉണ്ടാവുകയുള്ളൂ. ഇപ്പൊ പറഞ്ഞ പോലെ ഐശ്വര്യ പറഞ്ഞ പോലെ സിസ്റ്റം ഓഫ് ആക്ഷൻ ആസ് 3 modes ഓഫ് ഓർഗനൈസേഷൻ. പേഴ്സണാലിറ്റി സിസ്റ്റം ഉണ്ട്, അതായത് നമ്മുടെ ആക്ഷനെ ബാധിക്കുന്നത് 3 തരത്തിലുള്ള ഓർഗനൈസേഷനാണ്. ഒന്ന് നമ്മുടെ പേഴ്സണാലിറ്റി, രണ്ടാമത്തെ നമ്മുടെ സൊസൈറ്റി, മൂന്നാമത്തെ നമ്മുടെ കൾച്ചർ. ഇത് മൂന്നിന്റെയും കൂടെ ഒരു ബേസിലാണ് നമ്മുടെ ആക്ഷൻ ഉണ്ടാവുന്നത്. അപ്പൊ നമ്മുടെ ആക്ഷൻ ഇത് മൂന്നും ബാധിക്കുന്നു. പിന്നീട് നമ്മുടെ ആക്ഷനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് പാറ്റേൺ വേരിയബിൾസ് എന്നുള്ള പേരിൽ അദ്ദേഹം പറഞ്ഞത്. ഇത് നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ എടുത്തതാണെന്ന് എനിക്ക് തോന്നുന്നു. അഫക്റ്റിവിറ്റി വേഴ്സസ് അഫക്റ്റീവ് ന്യൂട്രാലിറ്റി. അതായത് ഇപ്പൊ എനിക്ക് ഞാനൊരു അമ്മയാണ്. ഇപ്പൊ എനിക്ക് എൻ്റെ മകനോട് അല്ലെ മകളോടുള്ള ആക്ഷനിൽ എനിക്ക് ഒന്നുകിൽ അഫക്റ്റീവ് ആവാം, വളരെ സ്നേഹത്തോടു കൂടി ഉള്ളതിൽ പെരുമാറാം, അല്ലെങ്കിൽ എൻ്റെ സ്നേഹം മാറ്റി വെച്ചിട്ട് എനിക്കൊരു സ്ട്രിക്റ്റ് ഒരു പേഴ്സൺ ടു പേഴ്സൺ എന്നുള്ള രീതിയിൽ പെരുമാറാം. അതുപോലെ നമ്മൾ എടുക്കുന്ന ആക്ഷൻ ഒരുപക്ഷെ നമുക്ക് വേണ്ടി മാത്രം സെൽഫിഷ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കാം, അല്ലെങ്കിൽ കളക്ടിവിറ്റി ഓറിയന്റേഷൻ സമൂഹത്തിന്റെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള എടുക്കാം. അപ്പൊ അങ്ങനെ കുറെ പാറ്റേൺ വേരിയബിൾസ് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം ഫങ്ഷണൽ പ്രീ റിക്വസിറ്റ്സ്, അതായത് ഒരു സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്തു പോകാനുള്ള എന്തൊക്കെയാണ് അതിന്റെ പ്രീ റിക്വസിറ്റ്സ്. ഒന്ന് അഡാപ്റ്റേഷൻ, ഒരു സൊസൈറ്റി അതിന്റെ എൻവയോൺമെന്റുമായിട്ട് അഡാപ്റ്റ് ചെയ്യണം. രണ്ടാമത്തേതായിട്ട് അതിന്റെ ഗോൾ അറ്റൈൻമെന്റ് ചെയ്യാൻ വേണ്ടി ഒരു ശ്രമം ഉണ്ടാവണം. പിന്നെ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് നിലനിർത്തണം. അതുപോലെ ലേറ്റൻസി ഓർ പാറ്റേൺ മെയിൻ്റനൻസ് ആൻഡ് ടെൻഷൻ മാനേജ്മെന്റ് ഉണ്ടാവണം. ഈ അജിൽ എന്ന് പറയുന്ന AGIL ഇത് ആണ് സിസ്റ്റത്തിന്റെ നിലനിൽപ്പിനുള്ള പ്രീ റിക്വസിറ്റ്സ് എന്നൊക്കെ. ഇതൊക്കെയാണ് താൽക്കോട്ട് പാസന്റെ ചില അദ്ദേഹത്തിന്റെ തിയറിയുടെ മേജർ കാര്യങ്ങൾ. ഓക്കെ, നമ്മളിപ്പോ പറഞ്ഞു വന്നത് ഹാബർമാസ് താൽക്കോട്ട് പാസനെ കുറെ ഒക്കെ ഫോളോ ചെയ്തിരുന്ന ആളാണ്. പക്ഷെ അതിന് മാത്രം അതില് അപ്പൊ കോൺഫ്ലിക്റ്റിന് പ്രത്യേകിച്ച് ഒരു സ്ഥാനം കാണുന്നില്ല. പാസന്റെ തിയറി വളരെ ഒരു പെർഫെക്റ്റ് തിയറിയാണ്. സിസ്റ്റം വളരെ എണ്ണയിട്ട മെഷീൻ പോലെ ഓടുന്ന രീതിയിലാണ് പാസൻ പറയുന്നത്. പാറ്റേൺ മെയിൻ്റനൻസും ടെൻഷൻ മാനേജ്മെന്റും പറയുന്നുണ്ടെങ്കിൽ കൂടി അതിൽ കൂടുതൽ അദ്ദേഹം അതിന് ഒരു സ്ഥാനം കൊടുക്കുന്നില്ല. അപ്പൊ അതുകൂടി ഉൾക്കൊള്ളിച്ചിട്ടുള്ള പാസന്റെ ഒരു നാരോ സ്ട്രക്ചറൽ ഫങ്ഷണലിസ്റ്റ് ഓറിയന്റേഷൻ ആണെങ്കിൽ കൂടുതൽ അതിന് കുറച്ചും കൂടെ പുതിയ കാലത്ത് അതിന് പുതിയ സമൂഹത്തിന്റെ വിഷയങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു രീതിയിലാണ് നിയോ ഫങ്ഷണലിസ്റ്റുകാർ കൊണ്ടുവന്നത് എന്നുള്ളതാണ്.
അതായത് സ്ട്രക്ചറൽ ഫങ്ഷണലിസം ഉൾക്കൊള്ളാത്ത ചില കാര്യങ്ങൾ, ആന്റി ഇൻഡിവിജ്വലിസം, ആന്റഗോണിസം ടു ചേഞ്ച്, കൺസർവേറ്റിസം, ഐഡിയലിസം, ആന്റി എംപിരിക്കൽ ബയാസ് തുടങ്ങിയ കാര്യങ്ങളും കൂടിയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് എന്ത് നിയോ ഫങ്ഷണലിസം. ഇതൊക്കെ പിന്നീട് വന്ന സൊസൈറ്റിയിൽ നമ്മൾ പുതുതായിട്ട് കാണുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പൊ അതിനെ കൂടി ഉൾക്കൊള്ളിച്ചിട്ടാണ് നിയോ ഫങ്ഷണലിസം എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ആദ്യം നോക്കുന്ന തിങ്കറാണ് നിക്ലാസ് ലുഹ്മാൻ. തിയറി ഓഫ് സോഷ്യൽ സിസ്റ്റംസ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രധാന സംഭാവന. അതില് 1927 to 1998 ആണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം. ജർമ്മൻ സോഷ്യോളജിസ്റ്റ് ആണ്. ഇപ്പൊ ഈ നിയോ ഫങ്ഷണലിസ്റ്റിലും നിയോ മാർക്സിസത്തിലും അല്ലെങ്കിൽ ക്രിട്ടിക്കൽ തിങ്കേഴ്സിലെല്ലാം ജർമ്മൻ തിങ്കേഴ്സിന് നമ്മൾ നേരത്തെ കണ്ട പോലെ ഈവൻ ആദ്യം ഫ്രാൻസും ജർമ്മനിയും ഒക്കെ ആയിരുന്നു ഈ ഫങ്ഷണലിസ്റ്റ് സ്കൂളിന്റെ ആളുകൾ മെയിനായിട്ട് ഉണ്ടായിരുന്നത്. പിന്നീട് നമ്മൾ അമേരിക്കയിലേക്കും അവിടേക്കായി അതിൻ്റെ ഒരു അതിന്റെ ഒരു ഫോക്കസ് വന്നത്. സ്ട്രക്ചറൽ ഫംഗ്ഷൻ വന്നപ്പോഴേക്ക് അത് അമേരിക്കയിലേക്ക് മാറി. റോബർട്ട് കെ മേർട്ടൺ അങ്ങനെയുള്ള സ്ട്രക്ചറൽ ഫംഗ്ഷണലിസ്റ്റ് അല്ലെങ്കിൽ സ്ട്രക്ചറൽ സ്കൂൾ വന്നപ്പോൾ വീണ്ടും നിയോ ഫംഗ്ഷണലിസം കൂടുതലും ജർമ്മൻ തിങ്കേഴ്സ് ആണ് അതിൽ പ്രാധാന്യം അറിയിക്കുന്ന ആളുകൾ. ഇപ്പൊ ലുഹ്മാനെ പറ്റി പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ഹാബർമാസിനെ പറ്റി പബ്ലിക് സ്ഫിയർ എന്ന് പറഞ്ഞ പോലെ ലുഹ്മാനെ പറ്റി ആലോചിക്കുമ്പോൾ പ്രത്യേകമായിട്ട് ഓർക്കേണ്ടതാണ് സിസ്റ്റംസ് തിയറി. സിസ്റ്റം തിയറി നിങ്ങൾക്ക് ഇതിൽ നിങ്ങളുടെ മെറ്റീരിയലിൽ കാര്യമായിട്ട് പഠിക്കാനില്ല, പിന്നെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഫിലോസഫിയും കൂടിയൊക്കെ വരുന്ന ഒരു തിയറിയാണ്. അപ്പൊ നിങ്ങൾക്ക് അതിനെ പറ്റി വിശദമാക്കാൻ നിങ്ങളുടെ മെറ്റീരിയലിൽ പറഞ്ഞിട്ടുമില്ല. ഞാൻ പറയുമ്പോൾ അതും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നേ ഉള്ളൂ. സിസ്റ്റം തിയറി ഒരു സൊസൈറ്റൽ തിയറി, കമ്മ്യൂണിക്കേഷൻ തിയറി, ഇവല്യൂഷൻ തിയറി, അങ്ങനെ 3 ഫേസിൽ വരുന്ന ഒന്നാണ്. പറഞ്ഞ ഒന്നാണ് സൊസൈറ്റി ഈസ് ഓട്ടോപോയസിസ്, മീൻസ് സെൽഫ് ക്രിയേറ്റഡ് എന്നുള്ളത്. അത് പറഞ്ഞു തരാം. നിക്ലാസ് ലുഹ്മാൻ നിങ്ങളുടെ മെറ്റീരിയൽ നോക്കാം നമുക്ക്. ഹിസ് തിയറി ഓഫ് സോഷ്യൽ സിസ്റ്റംസ് ക്ലെയിംസ് നത്തിങ് ലെസ് ദാൻ ടു ഓഫർ സോഷ്യോളജി എ ന്യൂ യൂണിവേഴ്സൽ തിയറി ഫോർ ദ ഡിസിപ്ലിൻ. അദ്ദേഹത്തിന് പുതിയൊരു സോഷ്യോളജിക്കൽ തിയറി, എല്ലാ സൊസൈറ്റിക്കും കവർ ചെയ്യുന്ന ഒരു പുതിയ തിയറി കൊണ്ടുവരിക എന്നുള്ളതാണ് അദ്ദേഹം കൊണ്ടുവന്നത്. ഹി കാൾഡ് ദിസ് ആൾട്ടർനേറ്റീവ് അപ്രോച്ച് ഓട്ടോപോയസിൽ സിസ്റ്റംസ്. അതായത് സെൽഫ് ക്രിയേറ്റഡ് ആണ് സിസ്റ്റം. ഓരോ സമയത്തും സൊസൈറ്റി പഴയതിൽ നിന്ന് പുതിയതിലേക്ക്, പഴയതിന്റെ ചില കാര്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ എന്നാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള പുതുതായി റീജനറേറ്റ് ചെയ്യുന്ന ഒന്നാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന്റെ പ്രധാന ഭാഗങ്ങൾ ഏറ്റവും പ്രധാന ഭാഗമാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷനിലൂടെയാണ് നമ്മുടെ സൊസൈറ്റി റീ എമർജ് ചെയ്യുന്നതും പുതുതായിട്ട് അതിനെ പുനർനിർമ്മിക്കുന്നതും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ ആദ്യത്തിൽ ഇദ്ദേഹം ആക്ച്വലി 1 വർഷത്തോളം കീഴിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് തന്നെ അദ്ദേഹം പാസനെ കുറെ അധികം ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. 1 ഡയമെൻഷണൽ കൺസെപ്റ്റ് ആണ് ഫങ്ഷണലിസം. അതായത് ആ സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ഒരു ഇന്റഗ്രേഷൻ മാത്രം കാണുന്ന ഒന്നാണ് പാസന്റെ സ്ട്രക്ചറൽ ഫങ്ഷണലിസം എന്ന് പറഞ്ഞ് അതിനെ അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്, ഈ എലാബറേറ്റഡ് ദിസ് അപ്രോച്ച് ഇൻ ന്യൂമറസ് സ്റ്റഡീസ്, ഫോർമൽ ഓർഗനൈസ്, അതിനെ കുറിച്ച് എലാബറേറ്റ് ചെയ്ത് പഠിച്ചു അദ്ദേഹത്തിന്റെ സ്വന്തം സ്റ്റഡിയെ. പിന്നെ ഇന്റഗ്രേറ്റിംഗ് ഞാൻ പറഞ്ഞു, അതായത് റീജനറേഷൻ, സെൽഫ് ജനറേറ്റിംഗ് ആണ് സൊസൈറ്റി എന്നുള്ളൊരു പുതിയ കൺസെപ്റ്റ് അതിലേക്ക് കൊണ്ടുവന്നു. അദ്ദേഹത്തിന്റെ ആ സമയത്തുള്ള ഒരു പബ്ലിക്കേഷൻ ആണ് സോഷ്യൽ സിസ്റ്റംസ്. അത് ജർമ്മനിയിൽ എഴുതിയ ഒന്നാണ്. അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ് സോഷ്യൽ സിസ്റ്റംസ് എന്ന് പറയുന്നത്. 1984 വന്നത്. ട്രാൻസ്ലേഷൻ വന്നത് 1995 സെൽഫ് റീപ്രൊഡക്ഷൻ ഓഫ് എലിമെന്റ്സ്, എങ്ങനെയാണ് സൊസൈറ്റി റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഓരോ സമയത്തും ഓരോ ചേഞ്ചസ് വരുമ്പോൾ, റെവല്യൂഷൻസ് ഒക്കെ വന്ന് പുതുതായിട്ട് സൊസൈറ്റി എങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നാണ് അതിൽ പ്രധാനമായിട്ടും അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ഇതെല്ലാം അദ്ദേഹത്തിന്റെ റൈറ്റിംഗ്സിനെ പറ്റിയിട്ടാണ്. ഞാൻ പറഞ്ഞു, ഇവരുടെ തിയറിക്ക് നിങ്ങളുടെ ഇത് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല. ഇൻഫാക്ട് കൂടുതലും
അവരുടെ ഒരു ജനറൽ ബയോഗ്രഫിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ ഇനി അവരുടെ തിയറീസ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ചിലപ്പം കുറച്ചൊന്ന് ചെയ്തിട്ട് എഴുതേണ്ടി വരും. ഞാൻ നിങ്ങൾക്ക് സെക്കൻഡ് മൊഡ്യൂളിന്റെ നോട്ട്സ് തന്നിട്ടല്ലേ എഴുതി തരുന്നേ ഉള്ളൂ. അപ്പം അല്ല, തേർഡ് മൊഡ്യൂളിന്റെ നോട്ട്സ് തരുമ്പോൾ അതുപോലെ ഇതിന്റെയൊക്കെ ഞാൻ കുറച്ചുകൂടെ ഒരു വിക്കിപീഡിയയും നെറ്റൊക്കെ യൂസ് ചെയ്തിട്ട് അവരുടെ തിയറിയോട് ഇൻക്ലൂഡ് ചെയ്ത് തരാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇങ്ങനെ അവരുടെ ബയോഗ്രഫി എഴുതാനായിരിക്കില്ല വരുന്നത്, അവരുടെ കോൺട്രിബ്യൂഷൻസ്, അവരുടെ ഔട്ട്ലുക്ക്, അവരുടെ വ്യൂ പോയിന്റ്സ് ഒക്കെ പറയാനായിരിക്കും വരിക. അപ്പം നിങ്ങൾ ഒന്ന് റിസർച്ച് ചെയ്താൽ തന്നെ, നിങ്ങൾ MA സ്റ്റുഡൻസ് ആണല്ലോ അല്ലേ, നിങ്ങളുടേതായ രീതിയിൽ ഒരു റിസർച്ച് നിങ്ങളും ചെയ്യേണ്ടതാണ്. ഓരോരുത്തരെയും പറ്റി പറയുമ്പോൾ കോൺട്രിബ്യൂഷൻസ്, അവരുടെ തിയറീസ് ഒക്കെ നിങ്ങളും ഒന്ന് റിസർച്ച് ചെയ്യേണ്ടതാണ്. അപ്പൊ ഇതിലായാലും കണ്ടോ, ഇദ്ദേഹത്തിന്റെ ഒരു ബയോഗ്രഫിയാണ് മെയിൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. സിസ്റ്റംസ് തിയറി എന്നൊക്കെ പറഞ്ഞ് ഈവൻ ഹെഡിങ്ങിൽ തിയറി ഓഫ് സോഷ്യൽ സിസ്റ്റംസ് എന്ന് പറയുന്നുണ്ടെങ്കിലും അതിനെപ്പറ്റി പറയുന്നത് വളരെ കുറവാണ്. ഇപ്പൊ ഞാൻ ഈ ഇതിൽ കാണിച്ചു തന്നെ German system theory can be viewed as a societal theory, communication theory, evolution theory എന്ന് പറയുന്നത് സൊസൈറ്റി എങ്ങനെ വരുന്നത്. സിസ്റ്റംസ് തിയറി സൊസൈറ്റി ഒരു സിസ്റ്റത്തിനെ പറ്റി, കമ്മ്യൂണിക്കേഷൻ അതിനെ എങ്ങനെ പുതിയ തലങ്ങളിലേക്ക് കൊണ്ടുപോകും. നമ്മൾ നേരത്തെ ഇപ്പൊ ഹാബർമാസിന്റെ പറഞ്ഞപ്പോൾ പറഞ്ഞു, കമ്മ്യൂണിക്കേഷൻ ഒരു ഫ്രീ ആയിട്ടും ഫോഴ്സ്ഡ് അല്ലാതെ ആയിട്ട് നടക്കേണ്ട ഒന്നാണ്. പരസ്പരം അഭിപ്രായങ്ങൾ പങ്കുവെക്കുകയും അക്സെപ്റ്റ് ചെയ്യേണ്ടതിനെ അക്സെപ്റ്റ് ചെയ്യുകയും റിജക്ട് ചെയ്യേണ്ടതിന് റിജക്ട് ചെയ്തും ഒക്കെ ഒരു എനിമിറ്റി ഇല്ലാതെ, ശത്രുതാ മനോഭാവം ഇല്ലാതെ വളരെ ഫ്രീ ആയിട്ട് സൊസൈറ്റിയിൽ നടക്കേണ്ട ഒന്നാണ് കമ്മ്യൂണിക്കേഷൻ. അത് തന്നെയാണ് ലുഹ്മാന്റെ സിസ്റ്റംസ് തിയറിയിലും പറയുന്നത്. ഒരു കമ്മ്യൂണിക്കേഷനുള്ള ഒരു പ്രാധാന്യം അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ എവല്യൂഷൻ തിയറി എന്ന് പറയുന്നത് ഇപ്പൊ പറഞ്ഞു, ഓട്ടോ ക്രിയേറ്റഡ് സൊസൈറ്റി എല്ലാ സമയത്തും കൂടുതൽ അതിനെ റീജനറേറ്റ് ചെയ്യും. അതിന്റെ വേണ്ടാത്ത കാര്യങ്ങളെല്ലാം കളഞ്ഞ് പുതിയത് ആഡ് ചെയ്ത് അത് റീജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ് സൊസൈറ്റി എന്നുള്ളതാണ് ഈ ഓട്ടോപോയസിസ് എന്നുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതെല്ലാം അദ്ദേഹത്തിന്റെ സിസ്റ്റം തിയറിയുടെ ഭാഗമാണ്. നിങ്ങളുടെ മെറ്റീരിയൽ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല, ഞാൻ അതുകൊണ്ടൊന്ന് മെൻഷൻ ചെയ്തിട്ടേ ഉള്ളൂ. പറ്റിയാൽ നിങ്ങൾക്ക് നോട്ട്സ് തരുമ്പോൾ ഞാനത് ഒന്നും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ ശ്രമിക്കാം. അത്ര ഇപ്പൊ ലുഹ്മാനെ പറ്റി അത്രയും. അടുത്തത് വരുന്നത് ജെഫ്രി അലക്സാണ്ടർ ആണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു മിസ്. ഓക്കെ, താങ്ക് യു. ബൈ.